ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്. ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവദിനമായി നമ്മൾ സന്ധിപ്പാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് രാജാക്കന്മാരുടെ 1-2 പുസ്തകങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ആമുഖ പഠനമാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ ഓർമ്മിച്ച പോലെ 1-2 രാജാക്കന്മാരുടെ ഒരു പുസ്തകമായിരുന്നു. പിന്നീടാണ് നമ്മൾ ഇന്ന് കാണുന്നതിൽ 1-2 രാജാക്കന്മാരെ വിഭജിച്ച് ഒക്കെ പഠിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയത്. രാജാക്കന്മാരെന്ന വേദപുസ്തകത്തിൽ പറഞ്ഞ പദത്തിലെ അതിൻ്റെ എബ്രായ പദം മെലേക്ക് എന്നാണ്. രാജാവ് എന്നുള്ളതിനെ മെലേക്ക് എന്നാണ് പറയുന്നത്. രാജാവ് അല്ലെങ്കിൽ ഭരണാധിപൻ എന്ന അർത്ഥം വരുന്ന ഈ പദമാണ് ഏകദേശം 2500ഓളം പ്രാവശ്യം പഴയ നിയമത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. അതായത് രാജാവ് അല്ലെങ്കിൽ ഭരണാധിപൻ എന്ന അർത്ഥത്തിലാണ് ഈ മെലേക്ക് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 2500ഓളം പ്രാവശ്യം. അപ്പോൾ തന്നെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, രാജാവിന് മാത്രമല്ല ഈ പദം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, ദേവന്മാരെ സൂചിപ്പിക്കാനായിട്ട് ഈ പദം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദൈവത്തെ വിശേഷിപ്പിക്കുവാനും ചിലയിടങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. യെശയ്യാപ്രവചനം 6:5 സൈന്യങ്ങളെ യഹോവയായ രാജാവ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ രാജാവെന്ന് വിശേഷിപ്പിക്കാനായിട്ട് ഈ പദം കൊടുത്തിട്ടുണ്ട്. യെശയ്യാവ് 6:5. യിരെമ്യാവ് 46:18 സൈന്യങ്ങളെ യഹോവ എന്ന നാമമുള്ള രാജാവ് എന്ന് കാണാൻ കഴിയുന്നു. ദൈവത്തെ രാജാവായിട്ട് വിശേഷിപ്പിക്കുക. 98-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലെ രാജാവായ യഹോവ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. 145-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലെ ദൈവമായ രാജാവ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തെയും ചില ദേവന്മാരെയും ഭരണാധിപന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ മെലക് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാളെ കൂട്ടിയുള്ളൊരു പദമാരുടെ കണക്കാണ് 2500ഓളം പ്രാവശ്യം എന്ന് അവരുടെ കണക്കൂട്ടി പറയുന്നത്. മൽഖ എന്ന രാജ്ഞിയുടെ പദം മൽഖ, മെലക് എന്ന രാജാവും മൽഖ എന്ന രാജ്ഞിയും. അങ്ങനെയൊക്കെ പഠിക്കുന്നവർക്ക് വെറുതെ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി ഗ്രീക്ക് വേർഡ് ബെസിലിയൂസ്, രാജാവ് എന്ന പദത്തിനെ കൊടുക്കുന്ന പദം ബെസിലിയൂസ് എന്നാണ്. ബെസിലിസ എന്നാണ് രാജ്ഞി കൊടുക്കുന്ന പദം ഗ്രീക്കിൽ. മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചായിരുന്നല്ലോ, 1-2 രാജാക്കന്മാർ ഒറ്റ പുസ്തകമായിരുന്നു. എബ്രായ കനോനിലെ മുൻ പ്രവാചക പുസ്തകത്തിൽ 4-ാമത്തെ പുസ്തകമായിരുന്നു ഇത്. സെപ്റ്റുവജന്റ് അഥവാ സപ്തതി തർജ്ജമയിൽ സൗകര്യാർത്ഥം ശമൂവേൽ, രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങളെ 1-2 ശമൂവേൽ 1-2 രാജാക്കന്മാർ ഇങ്ങനെ വിഭജിക്കാനിടയായി തീർന്നു. ഈ 2 പുസ്തകങ്ങളും ചേർത്ത് രാജവാഴ്ച 1 മുതൽ 4 വരെ എന്നൊക്കെ അവർ പേരിട്ടിരുന്നു. രാജവാഴ്ച രാജാക്കന്മാർ 1-ാം പുസ്തകവും 2-ാം പുസ്തകവും ശമൂവേലിനോട് കൂട്ടിയിട്ട് രാജവാഴ്ച എന്നാണ് പേരിട്ടുണ്ടായിരുന്നത്. 2 ശമൂവേൽ 9:20 ആ 9:20 തുടർച്ചയാണ് രാജാക്കന്മാർ 1-2 അധ്യായം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. 2 ശമൂവേൽ 9:20 മുതലുള്ള തുടർച്ച, 20ന്റെ തുടർച്ചയാണ് രാജാക്കന്മാരെ 1-2 അധ്യായങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ചില കയ്യെഴുത്ത് പ്രതികളിലെ 1 രാജാക്കന്മാർ 2:11 വരെയും മറ്റു ചിലതിൽ 1 രാജാക്കന്മാർ 2:46 വരെയുള്ള ഇതും ചേർത്ത്
ശമൂവേലിൻ്റെ പുസ്തകം അവസാനിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ചില കയ്യെഴുത്ത് പ്രതികളിൽ രാജാക്കന്മാരുടെ 2:11 വരെയുള്ള വാക്യങ്ങൾ എവിടെ ചേർത്തിട്ടുണ്ട്? ശമൂവേലിൻ്റെ പുസ്തകം ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. മറ്റു നിലയിൽ 1 രാജാക്കന്മാർ 2:46 ഉള്ള വചനങ്ങളും ചേർത്തിട്ടുള്ള ശമൂവേൽ പുസ്തകം അവസാനിച്ചത് ചില പണ്ഡിതന്മാർ പറഞ്ഞ അങ്ങനെയാണ്. എന്നാൽ കമ്രാൻ എബ്രായ കയ്യെഴുത്ത് പ്രതിയിൽ 1 രാജാക്കന്മാർ 1:1 തന്നെയാണ് രാജാക്കന്മാർ പുസ്തകത്തിൻ്റെ തുടക്കം. അതിനാൽ പ്രാചീന എബ്രായ ലിഖിതങ്ങൾ നാം ഇന്ന് കാണുന്ന പോലെ ആയിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. രാജാക്കന്മാരും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി. രാജാവ് ദൈവവുമായിട്ട് എങ്ങനെയായിരുന്നു? ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നോ? ദൈവപ്രമാണങ്ങളെ തിരസ്കരിക്കുന്നവനായിരുന്നോ? ആ ഒരു വിലയിരുത്തലുകൾ അടിസ്ഥാനമാക്കിയിട്ട് കൂടിയാണ് ഈ പുസ്തകരചനയിലെ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ദൈവത്തെ അനുസരിക്കുന്ന രാജാക്കന്മാരുടെ കാലഘട്ടം ഇസ്രായേലിൻ്റെ ഉന്നമനവും അന്യദൈവത്തെ സേവിക്കുന്ന കാലഘട്ടം രാജ്യത്തിൻ്റെ അധപ്പതനവുമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എപ്പോഴൊക്കെ അവർ ദൈവത്തെ വിട്ടു മാറിയിട്ടുണ്ട് അപ്പോഴൊക്കെ അവരെ അധപ്പതനത്തിൽ ചെന്നപ്പെട്ടുള്ള കാര്യം കാണാൻ കഴിയുന്നു. ഏകദേശം 400 വർഷത്തെ ചരിത്രമാണ് രാജാക്കന്മാരുടെ പുസ്തകം കാണാൻ കഴിയുന്നത്. മൂന്ന് മൂലരേഖകളെക്കുറിച്ചാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത്. ഒന്ന് ശലോമോൻ്റെ വൃത്താന്ത പുസ്തകം, രാജാക്കന്മാർ 12:41. യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം, രാജാക്കന്മാർ 14:29, 15:7-23. ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം, രാജാക്കന്മാർ 14:19, 15:3, 16:5. രാജകൊട്ടാരത്തിൽ എഴുതി സൂക്ഷിക്കുന്ന രേഖകളെക്കുറിച്ചായിരിക്കാം ഇങ്ങനെ പ്രതിപാദിക്കുന്നതെന്നാണ് ശമൂവേലിൻ്റെ വൃത്താന്ത പുസ്തകമെന്നോ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകമെന്നോ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം എന്നൊക്കെ പറയുന്നത് അവർ രാജകൊട്ടാരത്തിൽ അവരുടെ നടപടിക്രമങ്ങളെക്കുറിച്ച്, ഭരണത്തെക്കുറിച്ച്, യുദ്ധത്തെക്കുറിച്ചൊക്കെ എഴുതി വെച്ച കാര്യങ്ങളുടെ എഴുതി വെച്ച പുസ്തകങ്ങളുടെ പേരായിരിക്കാമെന്ന് പണ്ഡിതന്മാർ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ കിരീടധാരണം, മരണം, യുദ്ധങ്ങൾ, സ്മാരകങ്ങൾ, ആരാധന, പ്രവചനം എന്നിവയൊക്കെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ട് നമുക്ക് അനുമാനിക്കാം. ദേവാലയത്തിൽ നിന്ന് ആവർത്തന പുസ്തകം കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ യോശിയാവിൻ്റെ കാലത്ത് ഒരു നവോത്ഥാനമുണ്ടായി. ഇതിൻ്റെ അനന്തരഫലമായി ഈ രചനകളുണ്ടായതെന്നും ചിലർ പറയുന്നുണ്ട്. യോശിയാവിൻ്റെ കാലത്തെ ആലയത്തിൽ നിന്ന് ആവർത്തന പുസ്തകത്തിൻ്റെ ഒരു കോപ്പി കിട്ടുന്നു. അപ്പോൾ ദൈവത്തെ അനുസരിക്കേണ്ട, ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ ഒരു നവോത്ഥാനം അവരിൽ ഉണ്ടായി. അന്യദൈവങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ക്രമീകരണവും തീരുമാനമൊക്കെ അവരുടെ ഇടയിലുണ്ടായി. അതൊക്കെ എഴുതി വെച്ച കുറിപ്പുകളായിരിക്കാം ഇതെന്ന് കാണുന്നു. നമ്മൾ ചില പ്രവാചകന്മാരോട് കാണുന്നു. ഒന്ന് ശീലോന്യായ അഹിയ, രാജാക്കന്മാർ 11:29 മുതൽ കാണുന്നുണ്ട്. ഷമയ്യ, രാജാക്കന്മാർ 12:29 മുതൽ കാണുന്നു, 21 മുതൽ കാണുന്നു. ബേതേലിലെ വൃദ്ധനായ പ്രവാചകൻ, രാജാക്കന്മാർ 13:1 മുതൽ ഉള്ള വാക്യം കാണുന്നു. ഹനാനിയുടെ മകനായ യേഹു, രാജാക്കന്മാർ 16:1 മുതൽ കാണുന്നു. ഇംസയുടെ മകനായ മിഖയാവ് 22-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കാണുന്നു. മനശ്ശയുടെ കാലത്തെ പ്രവാചകന്മാർ 2 രാജാക്കന്മാർ 21:10 മുതൽ ഉള്ള വാക്യങ്ങൾ കാണുന്നു. ഏലിയാവ് 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ കാണുന്നു. എലീഷ 2 രാജാക്കന്മാർ 2:1 മുതൽ കാണുന്നു. അപ്പോൾ രാജാക്കന്മാരെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ മാത്രമല്ലാത്തില്ല, പ്രവാചകന്മാരെക്കുറിച്ചുള്ളതായ വിവരണങ്ങളോട് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. രാജാവിൻ്റെ കിരീടധാരണം, വാഴ്ച, സ്ഥലം, ഭരണകാലയളവ്, ദൈവത്തോടുള്ള മനോഭാവം, കിരീടധാരണ സമയത്തെ പ്രായം എന്നിവയൊക്കെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാജാവാകുമ്പോൾ അവൻ എത്ര വയസ്സുണ്ടായിരുന്നു, അവൻ ദൈവത്തെ എങ്ങനെയാണ് സേവിച്ചത്, അവൻ ദൈവ വഴികൾ നടന്നോ ദൈവ വഴി വിട്ടു നടന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന കിരീടധാരണം എപ്പോഴായിരുന്നു, എത്ര കാലം വിദേശത്തെ വാണു, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഈ പുസ്തകം വിവരിക്കുന്നുണ്ട്.
ഇതിൽ വിവരിക്കാത്ത ചില വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ വിസ്തരിക്കാത്ത ചില വിഷയങ്ങളുണ്ട്, വിശദീകരിക്കാത്ത ചില വിഷയങ്ങളുണ്ട്. അപ്പം അവയെ ബാക്കി കാര്യങ്ങൾ വിവരങ്ങൾ ലഭ്യമാക്കുന്ന രേഖകളെക്കുറിച്ചും രാജാവിൻ്റെ മരണം, അടക്കം, പിൻഗാമി എന്നീ വിവരണങ്ങളും ഉൾപ്പെടുത്തിയിട്ട് അവരെ ചില പുസ്തകങ്ങൾ മറ്റു ചില പുസ്തകങ്ങളോട് പറയുന്നുണ്ട്. ഇതിൽ പ്രതിപാദിക്കാത്ത അല്ലെങ്കിൽ വിസ്തരിക്കാത്ത കാര്യങ്ങൾ ഈ ചരിത്രങ്ങളെല്ലാം ഇന്ന പുസ്തകങ്ങളിൽ കാണുന്നതായ ഒരു എഴുത്ത് നമുക്ക് ചിലരുടെ കാണാൻ കഴിയുന്നുണ്ട്. യോരാം, അഗസ്യാവ് എന്നീ രാജാക്കന്മാർ യെഹൂനാൽ കൊല്ലപ്പെട്ടു. 2 രാജാക്കന്മാർ 9, 22, 23 ആയതിനാൽ ആകാം ഇവരുടെ വിവരണങ്ങൾ അധികം കിട്ടുന്നില്ല. യേഹു മുതൽ ഓശയ വരെയുള്ള ഇസ്രായേൽ രാജാക്കന്മാരുടെ വാഴ്ചകാലഘട്ടം ഏകദേശം 143 വർഷവും 7 മാസവുമായിരുന്നു. യേഹു മുതൽ ഓശയ വരെയുള്ളതായ ഇസ്രായേൽ രാജാക്കന്മാരുടെ വാഴ്ചകാലഘട്ടം ഏകദേശം 143 വർഷവും 7 മാസവും ആയിരുന്നു. അതേ കാലയളവിൽ തന്നെ യഹൂദിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. യഹൂദ രാജാക്കന്മാരുടെ വാഴ്ചയുടെ കാലയളവ് ഏകദേശം 166 വർഷത്തോളമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. സത്യാരാധനയും അന്യാരാധനയും തമ്മിലുള്ള ഒരു പോരാട്ടം ഈ പുസ്തകത്തിലുള്ള ദൃശ്യമാണ്. യൊരോബയാമിനെതിരായ പ്രവചനം 1 രാജാക്കന്മാർ 13:1 മുതൽ കാണുന്നുണ്ട്. ഏലിയാവും ബാലിൻ്റെ പ്രവചനം തമ്മിലുള്ളതായ സംഘടന 1 രാജാക്കന്മാർ 18:20 മുതൽ കാണുന്നുണ്ട്. ഇതൊക്കെ സത്യാരാധനയും അന്യാരാധന തമ്മിലുള്ളതായ സംഘടനത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് കാണുന്നു. സ്ഥിതിവിവരക്കണക്ക് നമ്മൾ നോക്കുമ്പോൾ രാജാക്കന്മാർ 1-ാം പുസ്തകം 11-ാമത്തെ പുസ്തകമാണ്. ഏകദേശം 22 അധ്യായമുണ്ട്, 815 വാക്യങ്ങളുണ്ട്, 51 ചോദ്യങ്ങളുണ്ട്. നിവൃത്തിയാകാത്ത പ്രവചനം 1, നിവൃത്തിയായ പ്രവചനം 71, 92 കൽപ്പനയുണ്ട്, 73 പ്രവചനവാക്യങ്ങളുണ്ട്, 6 വാഗ്ദാനങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളടക്കം നമ്മൾ പഠിക്കുമ്പോൾ 1 മുതൽ 38 വരെ സിംഹാസനം പിടിച്ചടക്കുവാനുള്ള അദോനിയാവിൻ്റെ ശ്രമം കാണാൻ കഴിയുന്നു. 1:39 മുതൽ 53 വരെ ഈഹോനിൽ വെച്ച് ശലോമോൻ്റെ അഭിഷേകം. 2:1 മുതൽ 11 വരെ ശലോമോനോടുള്ളതായ ദാവീദിൻ്റെ അന്ത്യ നിർദ്ദേശങ്ങൾ. 2:12 മുതൽ 46 വരെ ശലോമോൻ വൈരികളെ നിർമ്മാർജ്ജനം ചെയ്ത ചരിത്രം വിവരിക്കുന്നു. 3-ാം അധ്യായത്തിൽ ശലോമോൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള വിവരണമാണ്. 4:1 മുതൽ 19 വരെ ശലോമോൻ്റെ ഭരണാധികാരികളെക്കുറിച്ചുള്ള വിവരണമാണ്. 4:20 മുതൽ 34 വരെ ശലോമോൻ്റെ സകലവിധ പ്രതാപത്തെക്കുറിച്ചുള്ളതായ വിവരണങ്ങൾ കാണാൻ കഴിയുന്നു. 5-ാം അധ്യായത്തിൽ ഹീരാം രാജാവുമായുള്ള ശലോമോൻ്റെ ഒരു കരാർ കാണാൻ കഴിയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ ആലയത്തെ സംബന്ധിച്ചുള്ള ഒരു വിസ്തൃതമായ വിവരണം, അതിൻ്റെ നിർമ്മാണം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. 7-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെ സൗധങ്ങളുടെ നിർമ്മാണം കാണാൻ കഴിയുന്നു. 7:13 മുതൽ 51 വരെ ആലയ സജ്ജീകരണങ്ങൾ കാണാൻ കഴിയുന്നു. 8-ാം അധ്യായത്തിലെ ആലയത്തിൻ്റെ പ്രതിഷ്ഠ കാണാൻ കഴിയുന്നു. 9:1 മുതൽ 9 വരെ ശലോമോനുമായുള്ള ദൈവിക ഉടമ്പടി കാണാൻ കഴിയുന്നു. 9:10 മുതൽ 14 വരെ ഹീരാൻ രാജാവിനുള്ള സമ്മാനം കാണാൻ കഴിയുന്നുണ്ട്. 9:15 മുതൽ 25 വരെ ശലോമോൻ്റെ വിധേയത്വവും ത്യാഗവും കാണാൻ കഴിയുന്നു. 9:26 മുതൽ 28 വരെ ശലോമോൻ്റെ കപ്പൽപ്പടയെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 10:1 മുതൽ 13 വരെ ശെബാരാജ്ഞിയുടെ സന്ദർശനം കാണാൻ കഴിയുന്നു. 10:14 മുതൽ 29 വരെ ശലോമോൻ്റെ സമ്പത്തിൻ്റെ വിവരണങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 11-ാം അധ്യായത്തിലെ വിശ്വാസത്യാഗം സംഭവിച്ച ശലോമോനെ കാണാൻ കഴിയുന്നു. അവൻ്റെ മരണം കാണാനും കഴിയുന്നു. 12-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള പ്രധാനപ്പെട്ട പ്രതിവാദി വിഷയം രാജ്യത്തിൻ്റെ വിഭജനമാണ്. അതിൽ 12:1 മുതൽ 24 വരെ യഹൂദ രാജാവായ രെഹബ്യാമിൻ്റെ വാഴ്ച കാലഘട്ടമാണ്.
12-25 മുതൽ 14-20 വരെ ഇസ്രായേൽ രാജാവായ യൊരോബെയാമിൻ്റെ വാഴ്ച കാലഘട്ടമാണ്. 12-25 മുതൽ 33 വരെ യൊരോബിയാമിൻ്റെ തെറ്റായ ഭക്തികേന്ദ്രങ്ങൾ. 13-1 മുതൽ 32 വരെ യൊരോബിയാമും ദൈവപുരുഷൻ തമ്മിലുള്ളതായ ഒരു സംസാരത്തിൻ്റെ ഒരു വിവരണം. 13-33 മുതൽ 34 വരെ യൊരോബെയാമിൻ്റെ കപട പൗരോഹിത്യം. 14-1 മുതൽ 20 വരെ യൊരോബെയാമിൻ്റെ മകൻ്റെ മരണം. 14-21 മുതൽ 31 വരെ യഹൂദരാജാവായ രെഹബെയാമിൻ്റെ ചരിത്രം. 15-1 മുതൽ 8 വരെ യഹൂദരാജാവായ അബിയാമിൻ്റെ ചരിത്രം. 15-9 മുതൽ 24 വരെ യഹൂദരാജാവായ ആസയുടെ ചരിത്രം. 15-25 മുതൽ 27 വരെ ഇസ്രായേൽ രാജാവായ നാദാബിൻ്റെ ചരിത്രം. 15-28 മുതൽ 16-7 വരെ ഇസ്രായേൽ രാജാവായ ബയശയുടെ ചരിത്രം. 16-8 മുതൽ 10 വരെ ഇസ്രായേൽ രാജാവായ ഏലയുടെ ചരിത്രം. 16-11 മുതൽ 20 വരെ ഇസ്രായേൽ രാജാവായ സിമ്രിയുടെ ചരിത്രം കാണാൻ കഴിയുന്നു. 16-21 മുതൽ 22 വരെ ഇസ്രായേൽ രാജാവായ തിബ്നിയുടെ ചരിത്രം കാണുവാൻ കഴിയുന്നു. 16-23 മുതൽ 28 വരെ ഇസ്രായേൽ രാജാവായ ഒമ്രിയുടെ ചരിത്രം കാണാൻ കഴിയുന്നു. 16-ാം അധ്യായത്തിൽ 29 മുതൽ 34 വരെ ആഹാബിൻ്റെ പാപത്തെക്കുറിച്ചുള്ള വിവരം കാണാൻ കഴിയുന്നു. 17-1 മുതൽ 7 വരെ ഏലിയാവും വരൾച്ചയും കാണാൻ കഴിയുന്നു. 17-8 മുതൽ 24 വരെ ഏലിയാവും സരാപ്തയിലെ വിധവയുടെ ചരിത്രവും കാണാൻ കഴിയുന്നു. 18-1 മുതൽ 19 വരെ ബാലിൻ്റെ പുരോഹിതന്മാരും ഏലിയാവും തമ്മിലുള്ള വെല്ലുവിളികളെ കാണാൻ കഴിയുന്നുണ്ട്. 18-20 മുതൽ 40 വരെ ബാലിൻ്റെ പുരോഹിതന്മാരിൽ ഏലിയാവിൻ്റെ വിജയം കാണാൻ കഴിയുന്നു. 18-41 മുതൽ 46 വരെ മഴയ്ക്ക് വേണ്ടിയുള്ള ഏലിയാവിൻ്റെ പ്രാർത്ഥന കാണാൻ കഴിയുന്നു. 19-1 മുതൽ 18 വരെ ഏലിയാവിൻ്റെ ഹോരേബിലേക്കുള്ള ഓടിപ്പോക്ക് കാണാൻ കഴിയുന്നു. 19-19 കാണുമ്പോൾ എലീശയുടെ നിയമനം കാണാൻ കഴിയുന്നുണ്ട്. 20-1 മുതൽ 22 വരെ അരാമ്യരുടെ മേൽ ആഹാബിൻ്റെ വിജയം കാണാൻ കഴിയുന്നു. 20-23-34 വരെയും അരാമ്യരുടെ മേൽ ആഹാബിൻ്റെ രണ്ടാം വിജയം കാണാൻ കഴിയുന്നുണ്ട്. 20-35 മുതൽ 43 വരെ ആഹാബിൻ്റെ അനുസരണക്കേട് കാണാൻ കഴിയുന്നു. 21-ാം അധ്യായത്തിൽ നാബാത്തിനെതിരെയുള്ള ആഹാബിൻ്റെ കുറ്റകൃത്യങ്ങൾ കാണാൻ കഴിയുന്നു. 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 40 വരെ ആഹാബിൻ്റെ അവസാന യുദ്ധം കാണാൻ കഴിയുന്നു. 22-41 മുതൽ 50 വരെ യഹൂദരാജാവായ യഹോശാഫാത്തിനുള്ള വിവരങ്ങളാണ്. 22-ാം അധ്യായത്തിൻ്റെ 51 മുതൽ 53 വരെ ഇസ്രായേൽ രാജാവായ അഹസ്യാവിൻ്റെ വിവരണങ്ങളാണ്. നമ്മൾ വീണ്ടും രാജാക്കന്മാർ 2-ാം പുസ്തകത്തിൽ പ്രവേശിക്കുമ്പോൾ അത് 12-ാമത്തെ പുസ്തകമാണ്. 25 അധ്യായങ്ങളുണ്ട്, 719 വാക്യങ്ങളുണ്ട്, 118 ചോദ്യങ്ങളുണ്ട്, ഏകദേശം 580ഓളം ചരിത്രപരമായ വാക്യങ്ങളുണ്ട്, 58ഓളം നിവൃത്തിയായ പ്രവചനവാക്യങ്ങളുണ്ട്, നിവൃത്തിയാകാത്ത പ്രവചനവാക്യമായിട്ട് ഒരെണ്ണമുണ്ട്, 65 പ്രവചനങ്ങളും 78 കൽപ്പനകളും 3 വാഗ്ദാനങ്ങളുമുണ്ട്. ഉള്ളടക്കം പഠിക്കുമ്പോൾ 1-ാം അധ്യായം ഇസ്രായേൽ രാജാവായ അഹസ്യാവും ഏലിയാവിൻ്റെ ശുശ്രൂഷയുമാണ് പ്രധാന പ്രതിപാദ്യ വിഷയം. 2-ാം അധ്യായത്തിന് 1 മുതൽ 12 വരെ ഏലിയാവിൻ്റെ എടുക്കപ്പെടലാണ്. 2-ാം അധ്യായത്തിൻ്റെ 12 വാക്യത്തിൻ്റെ പകുതി മുതൽ 25-ാം വാക്യം വരെ എലീശയുടെ ശുശ്രൂഷാരംഭമാണ്. 3-ാം അധ്യായം ഇസ്രായേൽ രാജാവായ യോരാം അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടമാണ്. 4-ാം അധ്യായത്തിന് 1 മുതൽ 7 വരെ അത്ഭുതകരമായ ഒരു എണ്ണയുടെ വർധനവ്, അല്ലേ, പ്രവാചക ശിഷ്യൻ്റെ ഭവനത്തിൽ നടക്കുന്നതായ ആ അത്ഭുതത്തിൻ്റെ വിവരണമാണ്. 4-ാം അധ്യായം 8 മുതൽ 17 വരെ
ശൂന്യകാര്യത്തിലെ മകൻ്റെ ജനനം അത്ഭുതകരമായ ജനനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. 4:18 മുതൽ 37 വരെ ശൂന്യകാര്യത്തിലെ മകൻ്റെ മരണവും ഉയർപ്പും കാണാൻ കഴിയുന്നുണ്ട്. 4:38 മുതൽ 41 വരെ പായസത്തിലെ വിഷാംശം നീക്കളയുന്നതായ ഒരു അത്ഭുതം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 42 മുതൽ 44 വരെ അവർ യവത്തപ്പത്തിൻ്റെ വർധനവാ. പ്രവാചക ശിശു ചോദിക്കുന്നില്ലേ, ഞാൻ 100 പേർക്ക് എങ്ങനെ വിളമ്പിക്കൊടുക്കും? അവിടെ പ്രവാചകൻ പറയുന്നുണ്ട്, നീ വിളമ്പിക്കൊടുക്ക്, അവരെല്ലാം തിന്ന് തൃപ്തരായിട്ട് ഒരു ശേഷിപ്പുണ്ടാകും. അവിടെ വലിയൊരു അത്ഭുതം കാണുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നാം ഇങ്ങനെയാണ്. എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യുന്നെന്ന് അറിയാതിരിക്കുമ്പോഴൊക്കെ ദൈവം നമ്മെ ബലപ്പെടുത്തുന്നു, ധൈര്യം നൽകുന്നു, മുന്നോട്ട് നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു, അടയാളങ്ങളെ ചെയ്യുന്നു. അവൻ നമ്മെ മാനിക്കുന്നു. അവൻ്റെ കൃപകൾക്കായി ഞാൻ നന്ദിയുള്ള ദൈവത്തെ സ്തുതിക്കുകയാണ്. 5-ാം അധ്യായം 1 മുതൽ 19 വരെ നയമാൻ്റെ സൗഖ്യമാണ്. 5-ാം അധ്യായത്തിന് 20 മുതൽ 27 വരെ നമ്മൾ പഠിക്കുമ്പോൾ ഗേഗാസിയുടെ അത്യാഗ്രഹവും അതിന് ശിക്ഷയും കിട്ടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. 6-1 മുതൽ 7 വരെ കോടാലി വെള്ളത്തിൽ നിന്ന് തിരിച്ചെടുക്കുന്നതായ ആ ഒരു അനുഭവമാണെങ്കിൽ, ചരിത്രമാണെങ്കിൽ 6-8 മുതൽ 23 വരെ അത്ഭുതകരമായ ഒരു സൈന്യത്തെ കാണുന്നതായ കാര്യമാണ് വിവരിക്കുന്നത്. 6-ാം അധ്യായത്തിന് 24 മുതൽ 7-20 വരെ ശമരിയിലെ ക്ഷാമത്തെക്കുറിച്ചുള്ള വിവരണമാണ്. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ ശൂന്യകാര്യത്തിൽ നിലം വീണ്ടെടുക്കുന്ന വിവരണമാണെങ്കിൽ 8-ാം അധ്യായത്തിന് 7 മുതൽ 15 വരെ ഹസയേലിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള എലീശയുടെ പ്രവചനമാണ്. 8-ാം അധ്യായം 16-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ യഹൂദ രാജാവായ യഹോരാം അദ്ദേഹത്തിൻ്റെ വാഴ്ചയുടെ കാലഘട്ടം കാണിക്കുകയാണ്. 8-25 മുതൽ 29 വരെ യഹൂദ രാജാവായ അഗസ്യാവിൻ്റെ ചരിത്രം വിവരിക്കുന്നു. 9-1 മുതൽ 10 വരെ യേഹുവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചുള്ള വിവരണമാണ്. 9-11 മുതൽ 10-17 വരെ യേഹുവിൻ്റെ ഭരണ വിവരണങ്ങളാണ്. 10-18 മുതൽ 36 വരെ ബാൽ ആരാധന നീക്കം ചെയ്യുന്ന വിവരണങ്ങളാണ്. 11-ാം അധ്യായത്തിൽ യഹൂദയിൽ അതില്യ രാജ്ഞിയുടെ ഭരണം കാണാൻ കഴിയുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ യഹൂദ രാജാവായ യഹോവേശിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. യോവാശ് എന്നതിൻ്റെ പേരുണ്ട്. 13-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ 1 മുതൽ 9 വരെ പഠിക്കുമ്പോൾ ഇസ്രായേൽ രാജാവായ യഹോവാഹാസിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നു. 13-10 മുതൽ 13 വരെ ഇസ്രായേൽ രാജാവായ യഹോവാശിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. 13-14 മുതൽ 25 വരെ എലീശയുടെ ശുശ്രൂഷയുടെ അവസാനം കാണാൻ കഴിയുന്നു. 14-1 മുതൽ 20 വരെ യഹൂദ രാജാവായ അമസ്യാവിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നു. 14-21 മുതൽ 22 വരെ യഹൂദ രാജാവായ അസരിയാവിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നു. 14-23 മുതൽ 29 വരെ ഇസ്രായേൽ രാജാവായ യൊരോബിയാമിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നു. 15-1 മുതൽ 7 വരെ യഹൂദ രാജാവായ അസരിയാവിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നു. 15-8 മുതൽ 12 വരെ ഇസ്രായേൽ രാജാവായ സഖര്യാവിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നു. 15-13 മുതൽ 15 വരെ ഇസ്രായേൽ രാജാവായ ശല്ലൂമിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നു. ശല്ലൂം. 15-16 മുതൽ 22 വരെ ഇസ്രായേൽ രാജാവായ പെക്കഹ്യാവിൻ്റെ 15-16 22 വരെ ഇസ്രായേൽ രാജാവായ മെനഹേമിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നു. 15-23 മുതൽ 26 വരെ ഇസ്രായേൽ രാജാവായ പെക്കഹ്യാവിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നു. 15-27 മുതൽ 31 വരെ ഇസ്രായേൽ രാജാവായ പേഖഹിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നു. 15-32 മുതൽ 38 വരെ യഹൂദ രാജാവായ യോദാമിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നു. 16-ാം അധ്യായം യഹൂദ രാജാവായ ആകാസിൻ്റെ ചരിത്രം വിവരിക്കുന്നു. 17-ാം അധ്യായത്തിന് 1 മുതൽ 6 വരെ ഇസ്രായേൽ രാജാവായ ഹോശയെക്കുറിച്ച് കാണുന്നു. 17-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 41 വരെ വടക്കേ രാജ്യത്തിൻ്റെ അധപ്പതനം കാണുവാൻ കഴിയുന്നു. 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ ഹിസ്കിയാവിൻ്റെ നീതിയുള്ള ഭരണം കാണാൻ കഴിയുന്നു. 18-9 മുതൽ 12 വരെ ശമര്യ പിടിച്ചടക്കുന്ന ചരിത്രം വിവരിക്കുന്നു. 18-13 മുതൽ 16 വരെ
സൻഹേരീബിൻ്റെ ഒന്നാമത്തെ യഹൂദ ആക്രമണം കാണാൻ കഴിയുന്നു. 18-17 മുതൽ 19-34 വരെ സൻഹേരീബിൻ്റെ രണ്ടാമത്തെ യഹൂദ ആക്രമണം കാണാൻ കഴിയുന്നു. 19-35 മുതൽ 37 വരെ സൻഹേരീബിൻ്റെ തോൽവിയും മരണവും കാണാൻ കഴിയുന്നു. 20-1 മുതൽ 11 വരെ ഹിസ്കിയാവിൻ്റെ രോഗവും വിടുതലും കാണാൻ കഴിയുന്നു. 12 മുതൽ 21 വരെ ഹിസ്കിയാവിൻ്റെ ഭോഷത്വം നിറഞ്ഞ അഹംഭാവം കാണാൻ കഴിയുന്നു. 21-1 മുതൽ 18 വരെ രാജാവായ മനശ്ശയുടെ വിവരണമാണ് ഉള്ളത്. 21-19 മുതൽ 26 വരെ രാജാവായ ആമോൻ്റെ വിവരണങ്ങളാണ്. 22-1 മുതൽ 23-30 വരെ രാജാവായ യോഷിയാവിൻ്റെ വിവരണങ്ങളാണ്. 23-31 മുതൽ 33 വരെ രാജാവായ യഹോവാഹാസിൻ്റെ വിവരണങ്ങളാണ്. 23-34 മുതൽ 24-7 വരെ യഹോയാക്കീം എന്ന് പറയുന്ന രാജാവിൻ്റെ വിവരണങ്ങളാണ്. 24-8 മുതൽ 16 വരെ യഹോയാക്കീൻ എന്ന് പറയുന്ന രാജാവിൻ്റെ വിവരണങ്ങളാണ്. നേരത്തെ പറഞ്ഞത് യഹോയാക്കീം, ഇത് യാക്കീൻ. 24-17 മുതൽ 25-7 വരെ സിദെക്കീയാവ് രാജാവിൻ്റെ വിവരണങ്ങളാണ്. 25-8 മുതൽ 21 വരെ യെരുശലേമിൻ്റെ അധപതനം. 25-22 മുതൽ 26 വരെ ഗദല്യാവിൻ്റെ ഗവർണർ പദവി. 25-27 മുതൽ 30 വരെ രാജാവായ യഹോയാക്കീൻ്റെ ചരിത്രങ്ങളാണ്. ഇതൊക്കെയാണ് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തെക്കുറിച്ചുള്ളതായ ഒരു ചെറിയ ഔട്ട്ലൈൻ ഉള്ളത്. ഈ പോയിന്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഏത് അധ്യായത്തിൽ എന്താണ് പ്രതിപാദ്യ വിഷയം നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്ഭുതങ്ങൾ നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതായ അഭിഷിക്തന്മാരുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ബഹുഭൂരിപക്ഷം പേരും ദൈവകൃപ വിട്ട് പോകുമ്പോഴും ദൈവത്തെ സേവിക്കുവാൻ ഉത്സാഹം കാണിച്ച ഭക്തന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. ഈ തലമുറയിൽ നമുക്ക് ദൈവത്തെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവരോ നമ്മുടെ കൂട്ടുകാരോ സഹപ്രവർത്തകരോ ഒക്കെ ദൈവത്തെ വിട്ട് മാറിപ്പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ വിട്ട് പോകണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ലഭിച്ച വെളിച്ചത്തിനനുസരിച്ച് ദൈവത്തെ സേവിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, സാക്ഷ്യം വഹിപ്പാൻ നമുക്ക് നമ്മൾ സമർപ്പിച്ച് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗ്ഗീയ പിതാവേ, ഇതൊന്ന സെക്ഷനായി സ്തോത്രം ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. പഠിതാക്കൾ നീ അനുഗ്രഹിക്കുമ്പോഴാകണമേ. ഈ ലഭിച്ച ഔട്ട്ലൈൻ വെച്ചുകൊണ്ട് വചനങ്ങൾ പഠിച്ച് കൂടുതൽ ശക്തന്മാരായി തീരുവാൻ, അനേകരെ അങ്ങയിലേക്ക് ആദായപ്പെടുത്തുവാൻ ഇത് ഉപയോഗിക്കുമ്പോഴാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ആരെങ്കിലുമൊക്കെ വ്യക്തിപരമായ വിഷയങ്ങൾ മുന്നിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, രോഗികളായോ ദുഃഖിതരായോ പ്രശ്നബാധിതരായിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ അത്ഭുതമായ കരവരമിൽ വയ്ക്കുമാറാകണമേ. ഇവരെ രോഗികളെ സൗഖ്യമാക്കണമേ. ദുഃഖിതരെ നീ ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നേരിടുന്ന ഓരോ വിഷയങ്ങളുമേലും കർത്താവിൻ്റെ അത്ഭുതപ്പെടുത്തി സന്തോഷിപ്പാൻ സ്വന്തം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സെക്ഷനും പങ്കെടുത്ത് നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക, ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ പ്രോത്സാഹനത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.